ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാമത്തെ ദിവസമാണ്. നമ്മൾ അത്തപ്പൂക്കളം ഇട്ട് തുടങ്ങിയിട്ട് 7ാമത്തെ ദിവസമല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. നമുക്ക് പൂപ്പടയുടെ ഒരു പ്രത്യേകതയേ ഉള്ളൂ. 5ാമത്തെ ദിവസം മുതലല്ല നമ്മൾ പൂപ്പട ഉപയോഗിക്കുന്നത്. അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പൂക്കളം മൊത്തം കാണാൻ പറ്റില്ല. അപ്പോൾ ഇച്ചിരി ദൂരെ നിന്നിട്ട് എടുക്കുമായിരിക്കും നല്ലത്. മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മൾ വീട്ടിലുള്ള പൂക്കൾ തന്നെയല്ല ഉപയോഗിച്ചത്. വാങ്ങിച്ച പൂക്കൾ അങ്ങനെ അധികം കൊടുത്തിട്ടില്ല. ഇത് എല്ലാം നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള പൂക്കൾ തന്നെയാണ് അതെല്ലാം. ഈ സർപ്പഗന്ധി, പിന്നെ കുറച്ച് വെന്തിപ്പൂ, പിന്നെ കൃഷ്ണകിരീടം, റോസാപ്പൂവിൻ്റെ ഇത്, പിന്നെ ഈ പേരറിയാൻ പാടില്ലാത്ത കുറച്ച് പൂക്കളുണ്ട്. കയ്യാലപ്പച്ച, പിന്നെ ചെമ്പരത്തി, മുക്കുറ്റി, പ്രധാനമായിട്ടും കോസ്മസ്, പിന്നെ നമ്പ്യാർവട്ടം, സൈക്കിൾ പൂ, പിന്നെ പേരുകൾ അറിയാൻ പാടില്ലാത്ത കുറേ ചെടികളുണ്ടല്ലോ നമുക്ക് പുതിയ വെറൈറ്റി ആയിട്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ കൂടുതലായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തേക്കണം. ഇന്നലെ തറ ഇച്ചിരി പതിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് നടുഭാഗം കണ്ടോ കുറച്ച് പൊങ്ങിയിരിക്കുന്നതായിട്ട് വെച്ചേക്കുന്നുണ്ട്. അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഒരു മല പോലെ ഇങ്ങനെ ഇച്ചിരി ഉയർത്തിയാണ്. അപ്പോൾ നമ്മുടെ മുറ്റത്ത് നിന്ന് കുറച്ച് ഉയർന്നായിരുന്നു നിൽക്കുന്നത്. പൂക്കൾ വാരി കഴിയുമ്പോൾ നല്ല ഉയർച്ച തോന്നുന്നുണ്ട്. പക്ഷേ പൂക്കളിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉയർച്ച തോന്നിക്കാണില്ല. മഴ കാരണം നമുക്ക് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇതിനകത്ത് ഇച്ചിരി താഴോട്ട് ഇറങ്ങി നിന്നാലേ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഈ ഇത് അകലെ സ്ക്രീനിൽ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകതയായിട്ട് മുക്കുറ്റിയൊക്കെ ഇതേ ഇങ്ങനെ ഒരു പതിഞ്ഞിരിക്കുന്നതായിരുന്നു. ഈ മുക്കുറ്റിയൊക്കെ ഇങ്ങനെ വിടർന്ന് പൊങ്ങി വരും അതിൻ്റെ ഇതളുകൾ. നന്നായിട്ടൊന്ന് എടുക്കാമെന്ന് ഓർത്തായി നോക്കണതേ. ഇപ്പോൾ ഈ കുടയെ ചൂടിക്കൊണ്ടല്ലേ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് അത്ര കണ്ടൊരു ഇത് വന്നില്ല. അപ്പോൾ ഇതാണ് ഒരു പ്രത്യേകതയായിട്ടുള്ളൂന്ന്. ഇനി പറയാൻ വൈകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട നേരെ ആക്കണം കൊണ്ടാണ് നമ്മളിങ്ങനെ. പിന്നെ ഒരു പ്രത്യേകത ഇന്നലെ മുതൽ എനിക്ക്, ഇന്നലെ 6ാമത്തെ ദിവസമല്ലേ, 6 ദിവസം ആയപ്പോൾ മുതൽ എനിക്ക് പൂവിട്ട് കഴിയുമ്പോൾ എന്തോ ഒരു മനസ്സിനെന്തോ ഒരു വിഷമം പോലെ നമുക്ക് തോന്നുക. എന്നാന്ന് നമുക്ക് പിടിയിട്ടില്ല. ആകെ ഒരു സങ്കടം പോലെയാണ്. അത് ക്രിസ്മസിനും ഞാനിങ്ങനെ ഇതുപോലെ ഒരുക്കി കഴിയുമ്പോൾ എനിക്കങ്ങനെ വരാറുണ്ട്. ക്രിസ്മസിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കുമ്പോൾ മൊത്തം ഒരു മനസ്സിന് വിഷമം പോലെ, സങ്കടം പോലെ നമുക്ക് തോന്നുന്നത്. ഇതിപ്പോൾ എവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് നോക്കിയിട്ട് അത് പറ്റുന്നില്ല. മഴ കാരണം നമുക്ക് ഈ കുടയും പിടിക്കണം. അതുകൊണ്ടാണ് ഈ പടം ശരിക്കും കൃത്യമായിട്ട് വന്നില്ല. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ കിട്ടും, ഇങ്ങനെ എടുക്കുവാണെങ്കിൽ കിട്ടുന്നുണ്ട്. മറ്റേപ്പാട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് എടുക്കാമെന്ന് ഓർത്തിട്ട് അത് പറ്റില്ല. ഒന്നും കൂടി പോയി നോക്കാം. വീടിൻ്റെ അങ്ങോട്ടേക്കുള്ള ഭാഗം എടുക്കുമ്പോൾ ഇത് സ്ക്രീനിൽ ഒതുങ്ങുന്നില്ല. അത് ഒന്നും കൂടി ശ്രമിച്ച് നോക്കാം. എന്തോ ഇഷ്ടം പാടാം. കിട്ടുന്നില്ല. ഒന്നുകൂടി തഴുത്തിട്ട് ഇറങ്ങി നോക്കാം. ഇപ്പം ഏറെക്കുറെ കിട്ടുന്നുണ്ട്. ഇതിലൊക്കെ ശരിക്കും കിട്ടിയതാ. ഇന്നാണ് നമുക്കിത് കിട്ടാൻ പാടും. എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കാം. ഇപ്പം ഒരുവിധം ഇതിൽ കൊള്ളണ്ട. വലിപ്പം വ്യാപ്തി കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടാൻ പാടാം. അതുകൊണ്ടോ ഗേറ്റിൽ ഒതുങ്ങണില്ല നമ്മളിവിടെ നിന്നിട്ട്. ഇപ്പം നാളെ കഴിഞ്ഞാകുമ്പോൾ ഇതിലും കൂടുതൽ വലിപ്പം വരുമല്ലോ. ഇപ്പം കാണാൻ നല്ലൊരു ഭംഗി തോന്നിക്കുന്നുണ്ട് ഇപ്പം ഇതിനകത്ത് നോക്കിയിട്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു ചിത്രശലഭം ഉണ്ട്, എൻ്റെ ഭാഗ്യം. അവൻ ആദ്യം ഇവിടെ വന്നിരുന്നിട്ട് പറന്നു പോയതാണ്. എപ്പോഴേ അവൻ വന്നിരുന്ന് തേൻ കുടിക്കാൻ വേണ്ടി. രാവിലെ മുതൽ ഇവനിപ്പോൾ ഇതാ പണി. അവൻ ആ വെളുത്ത പൂക്കളിൽ നിന്നൊക്കെ പറന്ന് ഇറക്കണുണ്ടോ പുള്ളി. അപ്പോൾ അത് തന്നെ എൻ്റെ ഇവനെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയത്. പറന്ന് തുള്ളിച്ചാടി എടുക്കുക പുള്ളി. പിന്നെയും വന്നവനിരുന്നു ഇതുപോലെ ഇങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.